പല ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും അറസ്റ്റിലായി. പല പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരും അറസ്റ്റിലായി. പോറ്റിയും അറസ്റ്റിലായി. തന്ത്രിയും അറസ്റ്റിലായി. ഇനി ആരെയാണ് കാത്തിരിക്കുന്നത്? എനിക്ക് ഇത് ഓർമ്മ വരുന്നത് നമ്മുടെ വവ്വാലിനെ പറ്റിയിട്ടാണ് ഓർമ്മ വരുന്നത്. വവ്വാൽ തലകുത്തനാണല്ലോ കിടക്കുന്നത്. അപ്പം ഏറ്റവും ചെറിയ ആൾക്കാരെ ആദ്യം അറസ്റ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ ഉള്ള പ്രധാന പ്രതികളെല്ലാം അവസാന പ്രതികളാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ കേസിൽ വാദിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പറ്റിയെ ഒന്നാം പ്രതിയാക്കുകയും ഈ മോഷണത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന തന്ത്രിയെ 13ാം പ്രതിയാക്കിയിട്ടുമാണ് കോടതിയും കുറ്റപത്രവും നിയമവും വകുപ്പുകളൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഒരു റിട്ടയേർഡ് റിട്ടയേർഡ് SP പറയുന്നുണ്ടായിരുന്നു, ആചാര ലംഘനത്തിന് IPCയിൽ വകുപ്പില്ല. ആ സാർ IPC പഠിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതാ ചിലപ്പോൾ ഈ റിട്ടയർമെൻ്റൊക്കെ ആകുമ്പോഴത്തേക്ക് മറവി രോഗങ്ങളൊക്കെ വരും, അൾഷിമേഴ്സൊക്കെ വരും. അബറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. അതിന് IPCയിൽ ചില വകുപ്പുകളുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ഞാൻ അയാളെ IPC പഠിപ്പിക്കുകയാണെന്ന് പറയും. IPCയിൽ നമ്മളൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, കണ്ടുകൊണ്ട് നിൽക്കുന്ന അയാൾ ശരിക്കും അബറ്റ് ചെയ്യുകയാണ്, അയാൾ കൂട്ടു നിൽക്കുകയാണ്, സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടുപ്രതികളെന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ തന്ത്രിയും മേൽശാന്തിയുമാണ്. അവിടെ തന്ത്രിക്ക് അതിൻ്റെ വെളിയിലൊരു ഓഫീസ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങേരൊക്കെ അവിടെ ഇരുന്ന് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ മേൽനോട്ടം നടത്താനാണ്. മേൽനോട്ടം നടത്തുന്ന ആളുടെ അധികാരം എന്തിനാണ് കൊടുത്തേക്കുന്നത്? അത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സുരക്ഷ ഇല്ലെങ്കിൽ അവിടെ വിഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൂജിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ശരിയാവും. അപ്പോൾ തന്ത്രി എന്ന് പറയുന്ന ആൾ ഒഴിവാക്കിയിട്ടായിരുന്നു ഇതുവരെയുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും. സുപ്രീം കോടതി വരെ വടിയെടുത്തപ്പോഴത്തേക്കാണ് ശങ്കരദാസിനെയും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SIT തയ്യാറായത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എന്തുമാത്രം പ്രഷർ അനുഭവിക്കുന്നുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നമ്മൾ വിചാരിക്കും പിണറായി കഴിഞ്ഞാൽ ഏറ്റവും ശക്തൻ ഗോവിന്ദനോ അല്ലെങ്കിൽ MA ബേബിയോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ നേതാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളമരം കരീമാണ്. കാര്യം ഈ നമ്മുടെ തൊഴിലാളികളെയൊക്കെ ലെവി എന്ന് പറയുന്ന ഒരു ഭീഷണി കാണിച്ച് നമ്മളെ തോർത്ത് പിഴിയുന്നത് മാതിരി പിഴിഞ്ഞ് ഈ പൈസ അത്രയും CPMൻ്റെ ഖജനാവിൽ എത്തിക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളാണ്. ആ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളും നിൽക്കുന്നത്, CPI ആയാലും CPM ആയാലും. മൂന്നാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ INTUCയുടെ ചന്ദ്രശേഖരനാണ്. ചന്ദ്രശേഖരൻ CPMൽ. കാര്യം എന്ന് വെച്ചാൽ INTUCയിലെ നേതാവാണ് അദ്ദേഹം. അപ്പം ഇതിൽ അതായത് ഈ ട്രേഡ് യൂണിയൻ നേതാക്കളുമാണ് ഈ പാർട്ടിയും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് മുതലാളിമാരുമായിട്ടുള്ള പാലം എന്ന് പറയുന്നത് എപ്പോഴും ഈ ട്രേഡ് യൂണിയൻ നേതാക്കളാണ്. അപ്പം ബാക്കി എല്ലാവരും അറസ്റ്റിലായിട്ട്, തന്ത്രി അറസ്റ്റായിട്ട് എന്തുകൊണ്ട് ശങ്കരദാസിലോട്ട് മാത്രം ഇത് പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി നോക്കുമ്പം വാസുവും പിന്നെ പത്മകുമാറും ഒക്കെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മേലുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. CPMൻ്റെ ഒരു നേതാക്കളെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടും CPIയുടെ ഒരാളെ തൊടാൻ ഇവർക്ക് പേടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇദ്ദേഹം RSPക്കും പിന്നെ CPIക്കും ഒരുപോലെ വേണ്ടപ്പെട്ട ആളാണ്. രണ്ട്, ഇയാളൊരു ട്രേഡ് യൂണിയൻ നേതാവ്. അപ്പം പല CPMൻ്റെ തന്നെ പല വലിയ നേതാക്കളുടെയും ഇടപാടുകൾക്കെല്ലാം നടുക്ക് നിന്ന ആളാണ് ശങ്കരദാസ്. അദ്ദേഹത്തിൻ്റെ മകൻ SP ആയതുകൊണ്ടൊന്നും അല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. ഇങ്ങനെ ഒരു പേടി പലരുടെയും കയ്യിലുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്പില്ലിങ് ദ ബീൻസ് എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പുറത്തു വരുമെന്നുള്ളത് കേരളത്തിലെ നമ്പർ 1 പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏകദേശം അദ്ദേഹത്തെ അന്ന് തൊട്ട് തന്നെ കോടതി ചോദിക്കുന്ന ഒരാൾക്കെതിരായിട്ട് കേസെടുത്തതിൻ്റെ അന്ന് തൊട്ട് അങ്ങനെ ആശുപത്രിയിൽ എന്തിന് താമസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും അപകടം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കുള്ള സംശയമായത്. കാര്യം വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇത്. ഇപ്പോൾ കോടതിയിൽ അവർ ചെയ്ത കാര്യം, കോടതി കമ്പെടുത്ത് അടി കൊടുത്തതിന് ശേഷം ചെയ്ത കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നേരത്തെ ചെയ്യാമായിരുന്നു. 1 മാസത്തിന് മുമ്പേ ചെയ്യാമായിരുന്നു. കോടതിയിലെത്തി അയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോലും അവർ തയ്യാറാകാത്തതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പഴയ ഒരു പ്രയോഗമുണ്ട് നാട്ടിൻപുറത്ത്, ഈ അടിയും കൊണ്ട് പുളിയും കുടിച്ചെന്ന് പറയും. അതായത് പണ്ട് കരം കൊടുക്കാത്തവർക്ക് അന്ന് കരം പിരിക്കാൻ ഉള്ള ഉദ്യോഗസ്ഥന്മാർ മുക്കാലി കെട്ടി അടി കൊടുക്കും, കരം കൊടുക്കാത്തതിന്. അന്ന് പണ്ട് അങ്ങനെയായിരുന്നു. മുക്കാലി കെട്ടി അടിയും കൊടുത്തിട്ട് പിന്നെ പുളിയും കുടിപ്പിക്കുമെന്ന് പറയും. അപ്പം ഈ SIT അടിയും കൊണ്ട് പുളിയും കുടിച്ചതിന് ശേഷമാണ് ശങ്കരദാസിലോട്ട് തിരിഞ്ഞതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് നമ്മൾ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ ചർച്ചകളിൽ പറയുന്നത്, അന്ന് തൊട്ട് അവിടെയുള്ള ഈ തന്ത്രി എന്ന് പറയുന്ന ആൾ ഒരു പടിത്തരം മാത്രം വാങ്ങി കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള അവകാശം സ്ഥാനിയാണ്. അദ്ദേഹം വെറും സ്ഥാനിയാണ്.
അതായത് ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനം നിലനിർത്തുന്ന, അത് ഇവർ സഹോദരന്മാർ തമ്മിൽ വർഷം തോറും മാറി മാറി ഒരു സ്ഥാനം വഹിക്കുന്ന ആൾ മാത്രമാണ്. പക്ഷേ അവിടുന്ന് ദിവസം എല്ലാ മാസവും കൃത്യമായി 30 ദിവസം കഴിയുമ്പോൾ ശമ്പളം മേടിക്കുന്ന മേൽശാന്തിമാരുണ്ട്. അവരാരെയും SIT ഇതുവരെയും കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ അവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുള്ള കാര്യം SITക്ക് അറിയത്തേ ഇല്ല. ഇനി അടുത്ത് 19-ാം തീയതി തിങ്കളാഴ്ച കോടതി ചെല്ലുമ്പോഴത്തേക്ക് കോടതി ചോദിക്കാൻ പോകുന്ന അന്ന് ജോലിയിലുണ്ടായിരുന്ന മേൽശാന്തിമാർ എവിടെയെന്ന് ചോദിക്കും. വീണ്ടും ഒന്നും കൂടെ പുളി കുടിക്കാൻ തയ്യാറായിട്ടാണ് SIT നിൽക്കുന്നത്. കാര്യം ചെറുത്താനും കടലിനിടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് SITയുടെ മേധാവി നിൽക്കുന്നത്. കാര്യം കോടതി അടിക്കുമ്പോഴത്തേക്ക് അത് കൊള്ളണം, പിണറായി കണ്ണുരുട്ടുമ്പോഴത്തേക്ക് അതും വഹിക്കണമെന്നുള്ളൊരവസ്ഥയാണ്. രണ്ടിടത്തും മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം ഹൈക്കോടതിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം അവർ തന്നെ ചൂസ് ചെയ്ത ഉദ്യോഗസ്ഥനാണ്. പിണറായിയാണ് ഇദ്ദേഹത്തിൻ്റെ ആനുവൽ കോൺഫറൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടത്, അടുത്ത പ്രൊമോഷന് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില കുടുംബത്തിലെ അമ്മമാരുടെ അവസ്ഥയാണ്. അച്ഛൻ പറയണത് കേൾക്കണം ഭർത്താവാണ്, മക്കൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് കൂട്ട് നിൽക്കണം, കാര്യം മക്കളായിപ്പോയി. അങ്ങനെ ഒരു ഗതികെട്ട അമ്മയുടെ അവസ്ഥയിലാണ് ഈ SITയുടെ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നത്. സ്ത്രീ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ആ ഒരു അവസ്ഥയാണ് ചില കുടുംബങ്ങളിൽ ചില അമ്മമാർ നിൽക്കുന്നത്. അച്ഛനെയും പറഞ്ഞ് ശാന്തമാക്കേണ്ടി വരും, മക്കളെയും പറഞ്ഞ് നേരെ വഴിക്ക് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം നിലനിർത്തിയും വേണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ SIT നിൽക്കുന്നത്. അപ്പോൾ കോടതിയിൽ എന്തുകൊണ്ടാണ് ചേട്ടാ മേൽശാന്തിമാരെ മേൽശാന്തിമാരാണല്ലോ അവിടുത്തെ ഉദ്യോഗസ്ഥർ. മേൽശാന്തി എന്ന വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. മേൽശാന്തി, എല്ലാവരുടെയും മേളിലുള്ള ആളാണ് അദ്ദേഹം. ആ അമ്പലത്തിലെ അധികാരി എന്ന് പറയുന്ന ആൾ, സ്ഥാനിയല്ല, അധികാരി എന്ന് പറഞ്ഞ ഓഫീസർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ മേൽശാന്തിയാണ്. അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ എടുക്കാനും അണിയിക്കാനും തിരിച്ചു വയ്ക്കാനും എല്ലാം ഉള്ള അധികാരമാണ്. അത് സുപ്രീം കോടതി പറഞ്ഞത് ഇത് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ എന്നാണ് പറയുന്നത്. ഈ മോഷണം പോയ സാധനങ്ങളെല്ലാം, ഏത് ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ളത് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളാണ്. അതിൻ്റെ എല്ലാം ഉത്തരവാദി എന്ന് പറയുന്നത് ഈ മേൽശാന്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞില്ലെങ്കിലും ഇവരൊക്കെ കൂട്ടിക്കയറി നിൽക്കുമ്പോൾ, ഈ അകത്ത് കിടക്കുന്നവരൊക്കെ കൂട്ടിക്കയറി നിൽക്കുമ്പോൾ മേൽശാന്തിമാരെ മാത്രം അങ്ങ് അവർ വിടുവോ? അവർ അപേക്ഷകളിൽ പറയും മേൽശാന്തിമാരാണ് അത് ചെയ്ത്, ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരിയായിട്ട് മേൽശാന്തിമാർ വരുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങളകത്തായി, ദേവസ്വം ബോർഡ് പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരകത്തായി, ദേവസ്വം ബോർഡ് അംഗങ്ങളകത്തായി, തന്ത്രിയകത്തായി, ആരും അകത്താക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ശങ്കരദാസും അകത്തായി. ഇപ്പോൾ ഇനി അടുത്ത ചോദ്യങ്ങൾ നീളുന്നത് മേൽശാന്തിമാരിലോട്ടാണ്. കാര്യം ഇതിൻ്റെ താക്കോൽ ഏൽപ്പിക്കുന്നത് മേൽശാന്തിമാരെയാണ്. തന്ത്രി അമ്പലത്തിൻ്റെ താക്കോൽ ഔപചാരികമായിട്ട് അവരോധിക്കപ്പെടുമ്പോഴത്തേക്ക് അവരെ അഭിഷേകം ചെയ്ത് ഈ താക്കോലം കൊടുക്കുകയാണ്. കാര്യം അന്ന് തൊട്ട് അതിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണ്. അപ്പോൾ ഈ മേൽശാന്തിമാരുടെ നിയമത്തിന് 25 ലക്ഷം 50 ലക്ഷം 1 കോടിയൊക്കെ കോഴ വാങ്ങിയിട്ടാണ് ഇവരെ. അവർ ഓരോ വർഷവും മാറി വരില്ലേ? ഓരോ വർഷവും മാറി വരുന്നു. പക്ഷേ കോഴികളെല്ലാം, ഒരമ്മ പെറ്റ കുട്ടികളെല്ലാം ഒരുപോലെ എന്നുള്ള ഒരു ഇത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു അമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാരെന്നും പറഞ്ഞുകൊണ്ട് മുമ്പൊരു മലയാളത്തിലൊരു കടങ്കഥയുണ്ടല്ലോ. ഇതെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. കാര്യം തന്ത്രിയാണ് ഇവർക്ക് എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്നത്, മൂലമന്ത്രം ചെവിയിൽ ഓതി കൊടുക്കുന്നത്. അത് മൂലമന്ത്രത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എന്ത് ചെയ്താലും അത് നീ നോക്കല്ല് കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ തന്ത്രിമാർ മാത്രം വിചാരിച്ചാൽ അവിടെ ഒന്നും നടക്കത്തില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. ദേവസ്വം ബോർഡ് വിചാരിച്ചാലൊന്നും നടക്കത്തില്ല. എന്ത് നടക്കണമെങ്കിലും അവിടുത്തെ ശബരിമലയിലെ മേൽശാന്തിമാർ വിചാരിച്ചാലേ പറ്റൂ. പലരും ഈ മേൽശാന്തിമാർക്കും തന്ത്രിമാർക്കും എതിരായിട്ട് സംസാരിക്കാൻ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അയ്യപ്പനുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരല്ലേ, അതുകൊണ്ട് അവരെ പറ്റി പറഞ്ഞാൽ അയ്യപ്പ കോപം ഉണ്ടാവുമോ എന്നുള്ളതാണ് പലർക്കും പേടി. അതുകൊണ്ടാണ് പലരും ഈ പൂണൂലിനെ പേടിക്കുന്നത്. യഥാർത്ഥത്തിൽ അയ്യപ്പന് ഈ കള്ളന്മാരെ അടുത്ത് ഒരു സിമ്പതിയില്ല. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ തന്നെയാണ് ഇവരെ കൊണ്ട് കുടുക്കിയത്. അയ്യപ്പ സംഗമം വെച്ചിട്ട് അയ്യപ്പൻ തന്നെയാണ് ഇവരെ കൊണ്ട്, ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഇതുണ്ട്, അവനവൻ കടമ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട്. ഇത് അവനവൻ കടമ്പ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പിണറായിയെ ഉദ്ദേശിച്ചാണ് ചെയ്തത്. കാര്യം പിണറായി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ചിട്ടാണ് ഈ കൊള്ള പുറത്തു വന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും വിസ്മരിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. അപ്പോൾ നാട്ടുമ്പുറത്ത് പറയും ഈ കള്ളക്കളി തുള്ളിപ്പറയെന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം തുള്ളി തുള്ളി സത്യം പറയിപ്പിച്ചത് അയ്യപ്പൻ തന്നെയാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ മേൽശാന്തിമാരാണെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിൽ ഉത്തമ ബ്രാഹ്മണന്മാരുണ്ടാവാം, ഞാനില്ല എന്ന് പറയുന്നില്ല, എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. പക്ഷേ അതിൽ കള്ളന്മാരുണ്ടെങ്കിൽ പൂണൂലിട്ടതുകൊണ്ട് മാത്രം ഒരു കള്ളനും വെളുപ്പിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം.
അതുകൊണ്ട് ഒരു പോറ്റി കയറി വേറൊരു പോറ്റി ഇറങ്ങി പോവുകയും ചെയ്തു. ഐഷ പോറ്റി എന്ന് പറഞ്ഞ പോറ്റി ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, വാജിവാഹനം കട്ടവരാ ആരപ്പ, തന്ത്രിയാണ് അയ്യപ്പ. അപ്പം തന്ത്രിയുടെ സ്വർണം, അത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുരുക്കെന്ന് പറയുന്നത്, ഇതിൽ കൃത്യമായിട്ടുള്ള തൊണ്ടി മുതൽ കണ്ടെടുത്തത് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ്. 11 കിലോയുള്ള പഞ്ചലോഹ വിഗ്രഹം, അതൊരു വിഗ്രഹം തന്നെയാണ്, അയ്യപ്പൻ്റെ തിരുവാഭരണത്തിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. അതെങ്ങനെ തന്ത്രിയുടെ വീട്ടിൽ വന്നു? അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാജിവാഹനം കട്ടവൻ ആരപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ് തറയിലാണ് എന്ന് പറയേണ്ടി വരും. കാര്യം അജയ് തറയിൽ പറഞ്ഞു, ഈ അന്ന് കൊടിമരം, പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോഴത്തേക്കുള്ള വെള്ളിപ്പറകളും ബാക്കിയെല്ലാം ദേവസ്വം സ്ട്രോങ് റൂമിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ എന്നെ കള്ളനെന്ന് വിളിക്കലെന്ന് പറയും പോലെ അതിൻ്റെ അടുത്ത സെൻറ്റൻസ് അദ്ദേഹം പറയുന്നില്ല, അതെല്ലാം മാസ്റ്ററിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ വാജിവാഹനം മാത്രം മാസ്റ്ററിലാക്കാത്തതിൻ്റെ ഉത്തരവാദി ഈ അജയ് തറയിലല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തൊണ്ടി മുതലാണ്, മോഷ്ടിച്ച മുതലാണ് കണ്ടെത്താൻ. മോഷ്ടിക്കാൻ കൂട്ടുനിന്ന് ആര് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് ഒരു കൊടിമരത്തിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളുടെയും മാസ്റ്റർ തയ്യാറാക്കാനും സ്ട്രോങ് റൂമിലോട്ട് മാറ്റാനും മെനക്കെട്ട ആൾക്കാർ ഈ 11 കിലോ വരുന്ന ഈ വാജിവാഹനം മാത്രം എന്തുകൊണ്ട് മാസ്റ്ററിൽ എഴുതിയില്ല? ശരി, തന്ത്രിക്ക് അദ്ദേഹം പറയുന്നത് തന്ത്രി അവകാശം പറഞ്ഞ് അല്ലെങ്കിൽ കീഴ്വഴക്കമാണെന്ന് പറഞ്ഞെടുത്തോണ്ട്, ശരി മാസ്റ്ററിൽ എഴുതിയിട്ട് കീഴ്വഴക്കം തന്ത്രി എന്ന് എഴുതി കഴിഞ്ഞാൽ തീർന്നനെയല്ലോ. ഇവിടെ തന്ത്രിയെപ്പോലെയും അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പോലെയും തീർച്ചയായിട്ടും ഈ കേസിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആൾ തന്നെയാണ് അജയ് തറയിൽ. ഞാൻ കള്ളൻ തുള്ളിപ്പറയുന്നെന്ന് പറയാതെ അടുത്ത കള്ളൻ തുള്ളി കൊണ്ടുവരുന്നുണ്ട്, ഇത് ഞാനാണേ കള്ളൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം ഈ വാജിവാഹനം കൊണ്ടുപോകാൻ സമ്മതിച്ചത് ഞാനാണ്, അത് കീഴ്വഴക്കം കൊണ്ടാണ്, മാസ്റ്ററിൽ എഴുതാത്തത് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കിടപ്പാടം എങ്ങനെ ആവും എന്നുള്ള കാര്യം സെൻട്രൽ ജയിലിൽ നമ്മൾ നോക്കിക്കൊണ്ടാണ് മതി. കാര്യം ഈ കേസിൽ, ഒരു മോഷണ കേസിൽ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശബരിമലയിൽ ഇന്നുവരെ നടന്ന കേസിൽ ഒരു തൊണ്ടി മുതലും നമ്മൾ പിടിച്ചെടുത്തിട്ടില്ല, ഒരു തൊണ്ടി മുതലും കിട്ടിയില്ല. സ്വർണം ഉരുക്കിയെന്ന് പറയുന്ന സ്വർണം അവിടെ നിന്ന് പിടിച്ചെടുത്തു. ഉരുക്കിയ സ്വർണം ആ സ്വർണ്ണമാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ വാജിവാഹനം കൃത്യമായിട്ട് ശബരിമലയിലാണെന്ന് മനസ്സിലായി. അവർ ഈ പറയുന്ന അപ്രൈസർമാരെ കൊണ്ടുവന്നു, ഇത് മനസ്സിലാക്കി, അതിൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ടുള്ള തൊണ്ടി മുതൽ കണ്ടെടുത്തേക്കുന്നത് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ്. തന്ത്രിക്ക് ഈ കേസിൽ നിന്ന് ഒരു രീതിയിലും പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, തന്ത്രി ഇതിൻ്റെ കൂടെ അകത്താക്കിയത് പാവപ്പെട്ട അജയ് തറയിലിനെയും കൂടെയാണ്. പണ്ട് ഈ നമ്മുടെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന വയലാർ രവി ഗ്രൂപ്പിലുള്ള ആളായിരുന്നു ശ്രീ അജയ് തറയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ട് ദേവസ്വം ബോർഡിൽ കയറി പറ്റിയാണ് പ്രയാറിൻ്റെ കൂടെ. അപ്പോൾ ഈ വാജിവാഹനം എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ ഉത്തരവാദി ഞാനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ തൊണ്ടി മുതൽ തന്ത്രിക്ക് കൈമാറ്റാൻ, എന്നിട്ട് തന്ത്രി ഭയങ്കര ബുദ്ധിമാനാണ്, വളരെ ബുദ്ധി കൂടിയുണ്ട്. അങ്ങേരെ ഒരു കത്തും കൊടുത്ത് വാജിവാഹനം എൻ്റെ ഇരിപ്പുണ്ട്, നിങ്ങൾ വന്ന് എടുത്തിട്ട് പോകണമെന്ന്. അപ്പം അയാൾ എടുത്തു എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ മകൻ്റെ കൊച്ചിലെ ഒരു കള്ളം പറയാണ്, അച്ഛാ അവൻ എന്നെ തിരിച്ചടിച്ചെന്ന് പറഞ്ഞു 1 വയസ്സിൽ. അപ്പോൾ അവൻ എന്നെ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ ഇവനാണ് ആദ്യം അങ്ങോട്ട് അടിച്ചതെന്നുള്ളത് അതിനകത്ത് ഇൻക്ലൂസീവാണ്. അപ്പം വാജിവാഹനം എടുത്തുകൊണ്ട് പോണേന്ന് പറഞ്ഞപ്പോൾ ഞാനിത് നിങ്ങളറിയാതെ എടുത്തുകൊണ്ട് പോയതാണ് എന്ന് അങ്ങേരെ സമ്മതിക്കാൻ കൂടാണ്. ഈ കത്താണ് അങ്ങേർക്കുള്ള ഏറ്റവും വലിയ കുരുക്കായത്. ശബരിമലയിലുള്ള മറ്റെല്ലാ കൊള്ളേക്കാളും അദ്ദേഹത്തിന് ഏറ്റവും വലിയ കുരുക്കായത് ഈ വാജിവാഹനമാണ്. ഇപ്പം വാജിവാഹനം ഈ തന്ത്രിയെയും കൊണ്ടേ പോവുള്ളൂ, തന്ത്രി കുടുംബത്തെയും കൊണ്ടേ പോവുള്ളൂ എന്നുള്ളതാണ് കാര്യം. രാഹുൽ ഈശ്വരർ ഇതിനെപ്പറ്റിയിട്ടൊന്നും പറയുന്നില്ല. വാജിവാഹനം ബാക്കി എല്ലാത്തിനെ പറ്റിയിട്ട് ലോകത്ത് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. വാജിവാഹനം തന്ത്രിയുടെ കുടുംബ സ്വത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയൊന്നും പറയത്തില്ല. പരശുരാമൻ ഈ തർണനെല്ലൂരിനെയും താഴമണ്ണിനെയും കൊണ്ടുവന്നപ്പോഴത്തേക്ക് വാജിവാഹനം എടുത്തോളം പരശുരാമൻ പറഞ്ഞതായിട്ട് ഈ തന്ത്രിമാരാരും പറയുന്നുമില്ല. അപ്പോൾ തന്ത്രി കൃത്യമായിട്ട് കുടുങ്ങി. മാത്രമല്ല അജയ് തറയിലും കോൺഗ്രസിനെയും കൂടെ ഇതിനകത്തോട്ട് വലിച്ചുകൊണ്ട് വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി അടുത്ത പരമ്പരയിലെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. എൻ്റെ കണക്കൂട്ടലനുസരിച്ചിട്ട് അജയ് തറയിലിനെ ഇന്നോ നാളെയോ SIT വിളിപ്പിക്കും, ചോദ്യം ചെയ്യും. പറ്റുമെങ്കിൽ അറസ്റ്റിൻ്റെ കൂട്ടുപ്രതിയായിട്ട് നമ്മളെ തന്ത്രിയുടെ അടുത്ത് എല്ലാ ആഘോഷങ്ങളോടും കൂടി അജയ് തറയിലും പോകുന്നത് നമുക്ക് കണ്ടിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.